ഹായ് എവ്രി വൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ തന്നെ വൊക്കാബുലറി സെഷനിൽ വരുന്ന അനിമൽ സൗണ്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ബെയർ, ടൈഗർ, ഗ്രൗൾ. അപ്പൊ കരടി, കടുവ ഒക്കെ ഗ്രൗൾ ചെയ്യാണെന്നാണ് പറയാം. അപ്പൊ മിക്ക കാർണിവോറസ് ആയിട്ടുള്ളവരും ഗ്രൗൾ ചെയ്യാന്നുള്ള ഈ ഗ്രൗളിംഗ് സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പൊ ബെയർ, ടൈഗർ ഒക്കെ ഗ്രൗൾ ചെയ്യാം. ഡോൾഫിൻ ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഡോൾഫിൻ ഉണ്ടാക്കുന്ന സൗണ്ട് നമ്മൾ പറയുന്നതാണ് ക്ലിക്ക്. ഡോൾഫിനൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡോൾഫിൻ ക്ലിക്ക് ചെയ്യാന്നാണ് പറയാം. ഗ്രാസ് ഹോപ്പർ, ക്രിക്കറ്റ്, അതായത് നമ്മുടെ പുൽച്ചാടി, ചീവീട് ഒക്കെ ചിർപ്പ് ചെയ്യാന്നാണ് പറയാ അല്ലെ. ഇപ്പൊ ഇങ്ങനെ ചീവീട് ഓർത്താൽ മതി, ചിർപ്പ് ചിർപ്പ്. ചില ബേർഡ്സിന് നമുക്ക് ഈ ഒരു ചിർപ്പിംഗ് സൗണ്ട് ബേർഡ്സിലും പറയാറുണ്ട് കേട്ടോ. ചില സൗണ്ടുകൾ കോമൺ ആയിട്ട് കുറെ അനിമൽസ് ഉണ്ടാക്കുന്നതും ഉണ്ടാവാം. അപ്പൊ നമ്മൾ ആ സൗണ്ട് എന്താണെന്നൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ കാർണിവോറസ് ആയിട്ടുള്ളവരൊക്കെ ഗ്രൗളിംഗ് സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ. ഡോൾഫിന് ക്ലിക്ക് ആണ് പറയുന്നത്. ക്ലിക്ക്. ഡോൾഫിന് പെക്യൂലിയർ ആയിട്ട് പറയുന്നതാണ് ക്ലിക്ക് എന്ന സൗണ്ട്. ഓക്കെ. ഗ്രാസ് ഹോപ്പർ, ക്രിക്കറ്റ് ഒക്കെ ചിർപ്പ് ചെയ്യാന്നാണ് പറയാം. ഓക്കെ. ഫ്രോഗ് ക്രോക്കി ആണെന്നാണ് പറയാ. ക്രോക്ക്. ഫ്രോഗിന് ചിലപ്പോൾ നമ്മൾ റിബിറ്റ് എന്നുള്ള ഒരു ശബ്ദം ആ രീതിയിലും ചിലപ്പോൾ പറയാറുണ്ട്. അപ്പൊ റിബിറ്റ്, ക്രോക്ക് ഒക്കെ ഫ്രോഗിന്റെ ആണ് കേട്ടോ. ക്രോക്ക്, ഫ്രോഗ്. ഓക്കെ. വുൾഫ് നമുക്കറിയാം. വുൾഫ് ഹൗളിയ. ഹൗളിയ എന്നാണ് പറയാ. വുൾഫ് ഹൗളിയ. ചിക്കൻ നമുക്കറിയാം ക്ലക്കിയ. ആ കോഴി ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദത്തിന് നമ്മൾ ക്ലക്കിയ എന്നാണ് പറയാ. ഓക്കെ. ഡോങ്കി, സീബ്ര ഒക്കെ ബ്രേജ് എന്നാണ് പറയാ. അവരുണ്ടാക്കുന്ന ശബ്ദത്തിന് നമ്മൾ ബ്രേ എന്നാണ് പറയുന്നത്. ഒരു ലോ ആയിട്ടുള്ള ഒരു വോയിസ് ആണ് അത്. ഡോങ്കി, സീബ്ര, ബ്രേസ്. ഓക്കെ. ജിറാഫ് ആണെങ്കിൽ ജിറാഫ് ഉണ്ടാക്കുന്ന ശബ്ദത്തിന് നമ്മൾ ബ്ലീറ്റ് അഥവാ ഹം എന്നും പറയും കേട്ടോ. ബ്ലീറ്റ് ചെയ്യാന്നും പറയും, ഹം എന്നും പറയും. ജാക്കിൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഗെക്കർ എന്ന് പറയുന്ന ഒരു ശബ്ദം. ചിലപ്പോൾ ജാക്കിൾ, വുൾഫ് ഒക്കെ ഹൗള്. ചിലപ്പോൾ ഡോഗ്സ്, പട്ടികളും ഇതേപോലെ ഓരിയിടുന്ന പോലത്തെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ജാക്കിളിന് പെക്യൂലിയർ ആയിട്ട് പറയുന്നതാണ് ഗെക്കർ എന്ന് കേട്ടോ. ഓക്കെ. ഗെക്കർ. ഇനി വെയിൽസ്, തിമിംഗലങ്ങളൊക്കെ സിങ് ചെയ്യാന്നാണ് പറയാ. സിങ് ചെയ്യാ. ഓക്കെ. ഡിയേഴ്സ് ബെല്ലോ ചെയ്യാന്ന് പറയും. ബെല്ലോ. ഹൈനയുടെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹൈന ലാഫിയ. ഹൈനയുടെ ശബ്ദം ശരിക്കും ഒരാൾ ചിരിക്കണ പോലെ തന്നെയാണ് ഇരിക്കുക. അപ്പൊ ഹൈനയുടെ സൗണ്ട് ലാഫിയ എന്നാണ് പറയാം. അപ്പൊ സൗണ്ടുകൾ പറയാൻ നോക്കൂ. അപ്പൊ നിങ്ങൾ അനിമൽ ഒന്ന് ഓർത്തെടുക്കുക. ഗ്രൗള്, ക്ലിക്ക്, ചിർപ്പ്, ക്രോക്ക് അഥവാ റിബിറ്റ് കേട്ടോ. ക്രോക്ക് അഥവാ റിബിറ്റ് ഫ്രോഗിന്റെ. ഹൗളി എന്നത് വുൾഫ്. പിന്നെ ക്ലക്ക് ചെയ്യുന്നു, ബ്രേ ചെയ്യുന്നു. ബ്ലീറ്റ് അഥവാ ഹം ജിറാഫ്. ഓക്കെ. ഗക്കർ ചെയ്യുന്നത് ജാക്കിൾ. സിങ് ചെയ്യുന്നത് വെയിൽ. ബെല്ലോ ഡിയർ. ലാഫ് ചെയ്യുന്നത് ഹൈന. ഓക്കെ. അപ്പൊ ഈ ഒരു സെറ്റ് പഠിക്കാം. നെക്സ്റ്റ് സെറ്റ് നോക്കാം. ഹോഴ്സ് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാവാം. ഹോഴ്സ് നെയ് ചെയ്യാന്നും പറയും, അതേപോലെ തന്നെ വിന്നി ചെയ്യാന്നും പറയും കേട്ടോ. വിന്നി. നെയ് ചെയ്യുക അഥവാ വിന്നി ചെയ്യാന്നാണ് ഹോഴ്സിന്റെ ശബ്ദത്തിന് നമ്മൾ പറയുന്നത്. ലയൺ നമുക്കറിയാം. ലയൺ റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ലയൺ റോർ ചെയ്യുന്നു. മൗസ്, സ്ക്വിറൽ ഒക്കെ സ്ക്വീക്ക് ചെയ്യുക. അപ്പൊ അവരുണ്ടാക്കുന്ന ആ ഒരു ശബ്ദത്തിന് നമ്മളിങ്ങനെ സ്ക്വീക്ക് ചെയ്യാന്നാണ് പറയുന്നത്. സ്നേക്ക് നമുക്കറിയാം ഹിസ് ചെയ്യാണ് ചെയ്യുക. പിക്കും അറിയുന്നുണ്ടാവാം. പിഗിന്റെ സൗണ്ട് നമ്മൾ ഓയിങ്ക് എന്നും പറയും, അഥവാ സ്നോർട്ട് ചെയ്യാന്നും പറയാറുണ്ട് കേട്ടോ. സ്നോർട്ട്, ഓയിങ്ക് ഒക്കെ പിഗ്, പന്നിയുടെ ശബ്ദമാണ്. ഓക്കെ. പിന്നെ ഗോട്ട്, ഷീപ്പ്, പെൻഗ്വിൻ ഒക്കെ ബ്ലീറ്റ് ചെയ്യാന്ന് പറയും കേട്ടോ. അപ്പൊ നേരത്തെ നമ്മൾ ജിറാഫിനും ഒരു ബ്ലീറ്റിംഗ് സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ ഗോട്ട്, ഷീപ്പ്, പെൻഗ്വിൻ ഒക്കെ എന്താണ് ബ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ബ്ലീറ്റ്. ഡക്ക് നമുക്കറിയാം. ഡക്ക് ക്വാക്ക് ചെയ്യാണ് ചെയ്യുക. എലിഫന്റും അറിയുന്നുണ്ടാവും. എലിഫന്റിന്റെ ശബ്ദത്തിന് നമ്മൾ ട്രംപറ്റ് എന്നാണ് പറയാം. ആ തുമ്പിക്കൈ ഉണ്ടാക്കുന്ന ഒരു ശബ്ദത്തിന് നമ്മൾ ട്രംപറ്റ് എന്നാണ് പറയുന്നത്. ഈഗിള് സ്ക്രീം ചെയ്യുക അഥവാ സ്ക്രീച്ച് ചെയ്യാന്ന് പറയാം. അപ്പൊ ഈ സ്ക്രീച്ച് ഒക്കെ മിക്ക ബേർഡ്സും ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ്. പക്ഷെ ഈഗിളിന് നമ്മൾ പെക്യുലിയർ ആയിട്ട് സ്ക്രീം അഥവാ സ്ക്രീച്ച് എന്ന് പറയും. ഓക്കെ. പിന്നെ ബാറ്റ് എന്ന് പറഞ്ഞാൽ വവ്വാല്, പാരറ്റ്, ഔള് ഒക്കെ ഈ രീതിയിൽ സ്ക്രീച്ച് എന്നുള്ള ഒരു ശബ്ദം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഔളിന് നമ്മൾ ഹൂട്ട് ചെയ്യാന്നും പറയാറുണ്ട് കേട്ടോ. HOOT, ഹൂട്ട്. ഔള് ഹൂട്ട് ചെയ്യാന്നും ചിലപ്പോൾ പറയാറുണ്ട്. അതേപോലെ പാരറ്റ്
ടോക്ക് ചെയ്യാന്ന് പറയാം. പാരറ്റ് സംസാരിക്കുള്ളൂ. അപ്പൊ ആ രീതിയിൽ ചിലപ്പോൾ പറയാറുണ്ട്. അപ്പൊ ഈ സ്ക്രീച്ച് എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് ഈഗിള്, ബാറ്റ്, പാരറ്റ്, ഔള് ഈ ബേർഡ്സ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു സൗണ്ടാണ് സ്ക്രീച്ച് കേട്ടോ. അതിൽ ഈഗിള് നമ്മൾ സ്ക്രീം ചെയ്യാണെന്നും പറയും. അതേപോലെ തന്നെ ഔള് നോട്ട് ചെയ്ത് വെക്കുക, ഹൂട്ട് ചെയ്യാന്ന് പറയാം, HOT ഹൂട്ട് ചെയ്യാന്നും പറയും. പാരറ്റ് ടോക്ക് ചെയ്യാന്നും ചിലപ്പോൾ പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗൊറില്ല, ക്യാമൽ, അതൊക്കെ ഗ്രണ്ട് ചെയ്യാന്ന് പറയും, ഗ്രണ്ട്. ഓക്കെ, ഗ്രണ്ട്. മങ്കി, ഏപ്സ്, മങ്കി ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം, ഗിബറിയ അല്ലെങ്കിൽ ചാറ്ററിയ എന്നാണ് പറയാ. ഓക്കെ, മങ്കി, ഏപ്സ് ഒക്കെ ഗിബർ അഥവാ ചാറ്ററിയ എന്നൊക്കെ പറയും. ഓക്കെ, കാറ്റ്, കാറ്റ് നമുക്ക് അറിയുന്നുണ്ടാവും. കാറ്റിന്റെ ശബ്ദം നമ്മൾ മിയാവ് എന്ന് പറയാം. അതേപോലെ കാറ്റ് ചിലപ്പോൾ ഇങ്ങനെ അഫെക്ഷൻ ഒക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്നുള്ള ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പൊ കാറ്റ് മിയാവും പറയും, പറും പറയും കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. നെയ്, വിന്നി ആരാണ്? ഹോഴ്സ്. അപ്പൊ ഞാൻ സൗണ്ട് പറയാം, നിങ്ങൾ ആനിമൽസിനെ ഓർത്തെടുക്കാൻ നോക്കാം. റോർ, സ്ക്വീക്ക്, ഹിസ്, ഓയിങ്ക് അഥവാ സ്നോർട്ട്, പിന്നെ ബ്ലീറ്റ് ചെയ്യുക. ബ്ലീറ്റ് ചെയ്യാൻ നമ്മൾ 4 പേർക്ക് പറഞ്ഞു കേട്ടോ. പെൻഗ്വിൻ, ഷീപ്പ്, ഗോട്ട്, പിന്നെ നേരത്തെ നമ്മൾ ജിറാഫും പറഞ്ഞു. ഓക്കെ, ക്വാക്ക്, ക്വാക്ക് ചെയ്യുക. ട്രംപറ്റ്, ട്രംപറ്റ് നമുക്കറിയാം. സ്ക്രീച്ച് നമ്മൾ പറഞ്ഞു കേട്ടോ. പിന്നെ സ്ക്രീം, സ്ക്രീം, പിന്നെ ഗ്രണ്ട്, ഗ്രണ്ട്, ഗിബർ ചാറ്റർ, ഗിബർ ചാറ്റർ, മിയാവ് പെർ നമുക്ക് തെറ്റില്ല കേട്ടോ. അപ്പൊ ഇത്രയും മെയിൻ ആയിട്ടുള്ള ആനിമൽ സൗണ്ട്സ് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.